والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين وما توفيقي إلا بالله عليه التوفيق. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഇവിടെ ധാരാളം ആലിമീങ്ങളും സാദാത്യങ്ങളും അല്ലാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ പല ആളുകളും ഈ സദസ്സിലും സ്റ്റേജിലുമുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ പേരിൽ നമ്മളിവിടെ കൂടിയത്? അല്ലാഹുവിൻ്റെ ദീന് നിലനിർത്തുവാൻ അതിൻ്റെ പ്രാരംഭം മുതൽ ലാസ്റ്റ് വരെ ശരിയായ വിശ്വാസം, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ, സ്വഹാബത്താകുന്ന ജമാഅത്ത്. അവരെ വഴിയിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമം വരെയും അടിയുറച്ച് നിന്നു പോരുക. എല്ലാവരും പറയും നമ്മളൊക്കെ സുന്നികളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകൾ. അതിൻ്റെ തെളിവാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഹഖുണ്ട്. പക്ഷെ അതാരാണ് എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടത് നമ്മളല്ല, അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ലോകത്ത് പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇന്ത്യയിലാണ്. ഈ ഇന്ത്യ രാജ്യത്ത് എല്ലാ കൂട്ടവും സൗഹാർദ്ദത്തിന് പണ്ട് മുതലും ഇന്നും ഒക്കെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാം പലർത്തും ചില സംഭവങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ദീനനുസരിച്ച് നടക്കുന്നതിന് ഒരു തടസ്സവും ഇന്ത്യയിലില്ല. പിന്നെ മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പം പലതും പറഞ്ഞു നടക്കുന്നത്. അവർ ഭീകരന്മാരാണ്, തീവ്രതവാദികളാണ്, മറ്റാണ്. എന്നാൽ ഭീകരനോ തീവ്രതയോ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചാൽ അത് സ്വീകാര്യമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, വമ്പിച്ച് മുസ്ലിമാക്കോ മുസ്ലിമാവൂല. ശാസ്ത്രീയന്മാർ എല്ലി എന്നിട്ടും ആവൂല. അതാണ് നിയമമുള്ളത്. പിന്നെ എന്ത് ഭീകരതയും തീവ്രതയുമാണ് മുസ്ലിമിനുള്ളത്? ഇല്ല. പിന്നെ എല്ലാ കൂട്ടത്തിലും കുറച്ച് കുരുത്തം കെട്ടോലുണ്ടാവും. കുരുത്തം കെട്ടോലില്ലാത്ത ഒരു പാർട്ടിയും ഉണ്ടാവില്ല, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യണ്ട. നമ്മൾക്ക് നേരെയുള്ള മാർഗം എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കാണിച്ചു. ആ നേരംഗമായ മാർഗം അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തും നമ്മൾക്ക് കാണിച്ചു. അവരുടെ പരമ്പരാഗതമായി അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമം വരെയും നിലനിൽക്കുന്ന ഒരു സംഘം ഇവിടെ വേണം. അതുകൂടാതെ കഴിയില്ല. ഇതിനെപ്പറ്റിയെല്ലാം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. എല്ലാവരും പറയുന്നതും
ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പറച്ചിൽ കൊണ്ടായില്ല. അത് അനുഭവത്തിൽ ആ വാക്ക് ജനങ്ങളിൽ ഫലിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്നല്ലോ, വായിൽ നിന്ന് പുറത്തു വരുന്ന ആളെ നോക്കിയിട്ടല്ല അള്ളാഹു അങ്ങനെ ആക്കല. ആ വക ചരിത്രങ്ങളൊക്കെ എടുത്തുദ്ധരിക്കാൻ ഈ അവസരത്തിൽ പോരാ, സമയം പോരാ. നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായി, ഇയാളെല്ലാം പറഞ്ഞല്ലോ ചെറുങ്ങനെ കുടങ്ങി ഇപ്പൊ ഇത്രയെല്ലാം ആക്കി. ഞാനും പലപ്പോഴും വന്നിട്ടുണ്ട്. ഞാനിവിടെ വരാൻ കാരണം ഖാദർ മുസ്ലിയാരി നമ്മളെ ശിഷ്യനാണ്. അയാൾ വഴിയായിട്ട് ആ വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. ഇന്നല്ല കുറെ മുമ്പ് മേടിച്ചു. എൻ്റെ ശിഷ്യന്മാരായ കുട്ടികളും പലരും ഉണ്ടായിരുന്നു. അവർ ചിലരൊക്കെ മരിച്ചുപോയി, നമ്മളും മരിക്കും, എല്ലാവരും മരിച്ചു. അല്ലെ ഞങ്ങളറിയുന്ന പിന്നെ ഒരു ആളുകളൊക്കെ പലതാ. ഈ കുട്ടിയസനാജിയൊക്കെ വളരെ നമ്മൾ എടുത്താളാണ്. കുട്ടിയസനാജി എന്ന് പറഞ്ഞ അയാളെ വാസ്തവത്തിൽ അയാൾ നമ്മളുമായിട്ടുള്ള ബന്ധവും ഇതും നോക്കിയാൽ ഒരു ഫോൺ നമ്പർ വരെ ഇല്ലേ, ആരൊന്നുമില്ല. ഇവരത് നല്ല ആരും ഇതില്ല. ഫോണാക്കണോ, ലൈവറോ ഖാദിമോ ഫോണാക്കണം. ഞാൻ ഫോൺ എടുക്കാറുമില്ല. ഇപ്പോഴും അവർ ചോദിക്കല എവിടെ ഉസ്താദുള്ളതെന്ന് ചോദിച്ചു. അതുമായിട്ട് മെനക്കെട്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ എടുക്കലില്ല, അല്ലാത്ത ഫോൺ എടുക്കലില്ല. അതാ എൻ്റെ ഹായ്. കാരണം നമുക്ക് പ്രായമായി, ഇനി ഒരു വിഷയത്തിനൊന്നും പോണ്ടാളല്ല. പ്രിയ സഹോദരങ്ങളെ, ഏതായാലും നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും, നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും കഴിയുമ്പോലുള്ള സഹായം ചെയ്യണം. അതുകൊണ്ടെല്ലാം നമ്മളെ ദീൻ നിലനിൽക്കൂല. അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ നമ്മൾ ആരും സേവയില്ല, അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ അങ്ങനെയല്ല പണ്ട് തന്നെ. ഈ ദീനേ അങ്ങനെയാണ്. അള്ളാന്റെ ദീനല്ല ഒന്ന് നടത്തിക്കോട്ടെ എന്നൊക്കെ അല്ല, നമുക്കത് വേണം. നിങ്ങൾ ആദ്യമായി വഹി വന്നു. ആ വഹി വന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് വഹി വന്നപ്പോൾ മാനവരുകൾ ബീവി ഖദീജ ബീവിയുടെ അടുക്കലേക്ക് വന്ന് തമ്മിലൂനി എനിക്ക് പുറത്തോട്ട് വേണ്ടി ചെയ്യുന്നത് പഞ്ചിട്ട് അങ്ങനെ പുതപ്പെട്ടു കൂടിയൊക്കെ കൊടുത്ത് ഒടുവിൽ ഇത് എന്താ വല്ല ശൈത്താനോ റൂഹാനിയോ ജില്ലോ എന്താന്ന് നോക്കാൻ അന്ന് വേറുള്ള ഒരാളോ എടുത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ